ഷാനവാസും അനീഷും കൂടെ ഗാർഡൻ ഏരിയയിൽ കിടന്ന് സംസാരിക്കുകയാണ്. അപ്പം ഷാനവാസ് പറയുന്നത്, എൻ്റെ ക്യാപ്റ്റൻസിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ക്യാപ്റ്റൻസി ആയപ്പം ബീട്രൂട്ടിൻ്റെ ഒരു പ്രശ്നം ജെസ്സിലും ആയിട്ടുള്ള. അപ്പോൾ അനീഷ് പറയണേ, ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തൊന്നുമില്ല. ഉടനെ ഷാനവാസ് ഇന്ന് ബീട്രൂട്ട് നല്ലൊരു പച്ചക്കറിയായിരുന്നു, പക്ഷേ അത് ഈ ഹൗസിൽ വന്ന് വലിയ പ്രശ്നക്കാരനായി എന്ന് പറയുന്നത്. അപ്പോൾ അനീഷ് പറയുന്നത്, എൻ്റെ ക്യാപ്റ്റൻസി ആയിരുന്നു നല്ലത് എന്ന് പറയുന്നത്. അപ്പോൾ അനീഷ് എന്നിട്ട് പറയണേ, എൻ്റെ അടുത്തൂടെ വെറുതെ പോയ ഷാനവാസ് എന്ത് പ്രശ്നക്കാരനായിരുന്നു. അപ്പോൾ ഷാനവാസ് പറഞ്ഞു, പിന്നെ അയ്യോ ഒരു പാവത്താനേ, ഒന്നും അറിയാത്ത ഒരു കുഞ്ഞ്. ആഹാ, ഞാൻ വെറുതെ നടക്കുമ്പോൾ എൻ്റെ പുറകെ വന്നിട്ട് ഞാൻ പൊളിച്ചെടുക്കും, നിൻ്റെ കള്ളത്തരം പൊളിച്ചെടുക്കും. എന്തുവാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഇപ്പം നമ്മൾ തമ്മിൽ എത്ര നാളായില്ലേ വഴക്കിട്ടിട്ട് എന്ന് പറയുന്നത്. അപ്പം ഷാനവാസ് പറയുന്നത്, ബിഗ് ബോസ് എന്തെങ്കിലും ടാസ്ക് തരണം. ഇപ്പോൾ ബിഗ് ബോസ് നമ്മളെ നന്നാക്കാൻ നോക്കി, ബിഗ് ബോസ് നന്നായി, നമ്മൾ ഇങ്ങനെ തന്നെ എന്ന് പറയുന്നത് ചിരിക്കുവാണ്. അത് കഴിഞ്ഞ് ഷാനവാസിനോട് പറഞ്ഞ്, ഈ മരത്തിൻ്റെ അതിലെ ചാടി അങ്ങ് പൊക്കോ എന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസ് പറഞ്ഞു, എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, നീ ആദ്യം പോ. എനിക്ക് പോകണ്ട, ഈ വീട്ടിൽ നിന്ന് എനിക്ക് പോകുകയേ വേണ്ട, ഞാൻ മുമ്പേ പറയാറില്ലേ. ഇപ്പോഴും അനീഷിന് ഇവിടെ നിന്ന് പോകണ്ട. അപ്പോൾ അനീഷ് പറയാം, ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് ആകെ മൂഡ് ഓഫ് ആകുമ്പോൾ ഞാൻ UK വല്ലതും ടൂറ് പോവും. അവിടെ നിന്ന് കുറേ വീഡിയോസ് എടുത്തുകൊണ്ട് വരും, പിന്നെ അത് യൂട്യൂബിലിടും. പിന്നെ എൻ്റെ ചേട്ടനായിരുന്നു ചെറുതിലേ എന്നെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയത്. കല്യാണ വീട്ടിലൊക്കെ ഞങ്ങൾ മുമ്പ് പോയി സഹായത്തിനൊക്കെ പോകുമായിരുന്നു. അന്ന് തേങ്ങ ചിരണ്ടി കൊടുക്കുക, ഇന്നൊക്കെ എല്ലാം മാറിയില്ലേ. അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് നേരമായി ഗാർഡൻ ഏരിയ കിടക്കും.